ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയല്ലോ. ക്യൂബ ബ്രാൻഡിൻ്റെ ഹാൻഡ് ഹെൽഡ് ഗിംബൽ. അപ്പോൾ സാധനം നമ്മളെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതൊക്കെ ചെയ്തോളി. എന്നിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. അപ്പോൾ ഗൈസ്, അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരേണ്ടത്. ഇവിടെ എന്തൊക്കെ അതിനുള്ളത് നമുക്ക് കാണിക്കേണ്ടത്. ഇതാ 3 അസിസ്റ്റ് സ്റ്റെബിലൈസർ, ഡച്ചാറ്റബിൾ ട്രൈപോഡ് സ്റ്റാൻഡ്, പിന്നെ 5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് പോലെ പറയുന്നുണ്ട്. ഇത് ടൈം ലാപ്സും ഹൈപ്പർ ലാപ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫേസ് ട്രാക്കിംഗ്, ഒബ്ജക്റ്റ് ട്രാക്കിംഗ്, ജസ്റ്റർ കൺട്രോൾ. പിന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഫോൾഡബിൾ പോക്കറ്റ് മടക്കി വെക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ അൺബോക്സിങ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇത് ആപ്പിൻ്റെ QR കോഡാണ് തോന്നുന്നത്. ഇത് ആപ്പിൻ്റെ QR കോഡ്. പിന്നെ ഇതതിൻ്റെ സ്റ്റാൻഡാണ്. ഇത് ചാർജിങ് കേബിളും ചാർജ് ചെയ്യാനുള്ള വയറും. പിന്നെ ഇത് സേഫ്റ്റിക്കും വേണ്ടി കൈ ഇതുപോലെ ഇട്ട് നമ്മൾ ഗിംബൽ പിടിക്കാനുള്ള സാധനമാണ്. പിന്നെ ഇത് അതിൻ്റെ പൗച്ച്, ഇടാൻ പറ്റിയൊരു പൗച്ചും ഇതിൻ്റെ ഒപ്പം ഉണ്ട്. ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള സാധനം. ഇതാണ് ക്യൂബയുടെ ഗിംബൽ. ക്യൂബ് ഇവിടെ കൺട്രോൾ സിസ്റ്റങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്കാദ്യം ഈ സ്റ്റാൻഡ് ഇവിടെ തുറക്കരുതാ. ഇങ്ങനെയാണ് ഗിംബിൾ തുറക്കൽ. ഇത് ഓണാക്കലും ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം, ഇതിൻ്റെ ആപ്പും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഗിംബലൊന്ന് ഓണാക്കി വെക്കാം. ഈ കാണുന്നതാ, ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമ്മളെ ഗിംബൽ ഓണാവും. കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഗിംബൽ ഇത് ഓണായിട്ടുണ്ട്. പിന്നെ ഇത് ഒറ്റട്ടം ക്ലിക്ക് ചെയ്താൽ ലാൻഡ്സ്കേപ്പ് മോഡ് പോർട്രേറ്റ് മോഡ് മാറും. ഒറ്റട്ടം ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കും. ഇതിവിടെ 4 മോഡുകളുണ്ട്. പിന്നെ ഇവിടെ കൺട്രോൾ സിസ്റ്റം, ഒരു റിമോട്ട് കൺട്രോളും വരെ നമുക്കിത് ഇതിൻ്റെ പൊസിഷൻ ആണ്ടുകൊണ്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ഫോൺ ഇതിന് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആപ്പ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഫേസ് ട്രാക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒബ്ജക്റ്റ് ട്രാക്കിങ്ങും ഫേസ് ട്രാക്കിങ്ങും ഒക്കെ കാണിച്ചു തരാം. ഇതൊരു ഫോണിൽ സ്കാനർ ആക്കിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇനി QR കോഡിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ആപ്പ്, ക്യൂബ പ്രോ. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ ആപ്പ് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പം ഇനി രജിസ്റ്റർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതിൽ അടിയിൽ ഇതാ ഗിംബൽ, ക്യൂബ ഗിംബൽ. ഫോണ് ഗിംബൽമേൽ ഇത് ഘടിപ്പിക്കാനാണ് പറയേണ്ടത്. രജിസ്റ്റർ എടുക്കാം. അപ്പോൾ ഇതിവിടെ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് നോക്കാം. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗിംബൽ വെച്ചിട്ട് ബാക്കിയുള്ളത് കാണിച്ചത്. അപ്പോൾ അതാ നമ്മൾ ഫോൺ ഇതിൽ വെച്ചിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫേസ് ട്രാക്കിങ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതാ അവിടെ ഫേസ് ട്രാക്കിങ് കണ്ടില്ല, അത് നോക്കിയാൽ നമ്മൾ ഫേസ് ട്രാക്കിങ് ഓക്കെ ആവും. ഞാനവിടെ പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ല, അതിൻ്റെ മുഖത്തൊരു മഞ്ഞ സ്ക്വയറിൽ വന്നിട്ടുണ്ടാവും, മഞ്ഞ നിറത്തിലുള്ള. ഞാൻ വേണ്ടി തീരുന്നതനുസരിച്ചും നമ്മളെ ഈ
ക്യൂബയുടെ ഈ ഗിംബലും അതിനനുസരിച്ച് തിരിയും. ഞാൻ സൂമൊന്ന് കുറച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ ഏത് ഡയറക്ഷനിക്ക് തിരിഞ്ഞാലും ഇതും തിരിയും. ഞാൻ ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ആണ് കാണിക്കുന്നുണ്ട്. അതൊരു ഒബ്ജക്റ്റിനെ ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ ആ ഒബ്ജക്റ്റ് ഏണ്ടൊക്കെ തിരിക്കുന്നു അതിനനുസരിച്ച് അത് തിരിയും. അപ്പോൾ നമ്മൾ ഗിംബലായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മോഡുകളൊക്കെ എങ്ങനെ വർക്കാവുണ്ടെന്ന് പറഞ്ഞുതരാം. ഇത് HF മോഡാണ്. ഇതിൽ നമുക്ക് ഇത് ഗിംബൽ മാതിരി വർക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നെ അടുത്ത മോഡ് LF മോഡ്. LF മോഡിൽ ഉണ്ടോ അപ്പോഴും ഗിംബൽ വർക്കാവുന്നുണ്ട്. പിന്നെ ഈ FPV മോഡുണ്ട്. അതിലെടുത്താൽ നമ്മൾ ഗിംബൽ എങ്ങോട്ട് ഇരിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഫോണും തിരിയും. ബാക്കിയുള്ള മോഡിൽ അങ്ങനെ ആവില്ല, ഫോൺ അതിൻ്റെ ഒപ്പം തിരിയും. കണ്ടില്ല. പിന്നെ AF മോഡാണ് പിന്നുള്ളത്. അത് നോക്കിയാൽ നമ്മൾ ഇപ്പോൾ ഇത് കണ്ടോ വേറൊരു ഷേപ്പിലാണ് ഇതിപ്പോൾ ഗിംബൽ നിൽക്കുന്നുണ്ടെങ്കിൽ AF മോഡിലിട്ടാൽ അത് പഴയ മാതിരി വരും. അങ്ങനെയാണ് ഇതിൻ്റെ മോഡ് സിസ്റ്റം. ഇതാ ഇത് AF മോഡ്, ഇത് HF മോഡ്, ഇത് LF മോഡ്, ഇത് PV മോഡ്. ഇതാണ് മോഡ് മാറ്റണ ബട്ടൺ. ഇതാണ് ഈ M എന്നുള്ള ബട്ടൺ. ഇത് പവർ ഓൺ നെക്കി പിടിച്ചാൽ പവർ ഓഫ് ആയി. പിന്നെ നെക്കി പിടിച്ചാൽ കണ്ട സാധനം ഓൺ ആയിട്ടുണ്ട്. ഇതൊക്കെയാൽ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് മോഡ് ഓൺ ആക്കുന്നുണ്ട്. പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്താലാണ് നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല ഗിംബൽ വെച്ചിട്ട്. അപ്പോൾ സൂം ചെയ്യാനുള്ളതാണ് അത്. മേൽക്കൊക്കെ സൂം ചെയ്യാനും മറ്റേത് സൂം ഔട്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിൻ്റെ ഇത് വരുന്നത്. ചാർജ് ചെയ്താൽ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് എത്തും. അപ്പോൾ ഇതിൽ 2% ആവാനായി ഫുള്ളാവും. എങ്ങനെ ഓഫ് ആക്കുക എന്നുള്ളത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓഫ് ആയതിൻ്റെ ശേഷം അത് ഈ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്കിത് സുഖമായിട്ട് മടക്കി വെക്കാൻ പറ്റും. ഇവിടെ ഒരു ഇതുണ്ട്, അവിടെ കുടുങ്ങി നിൽക്കലാണ്. ഇവിടെ ഒരു ചെറുതായൊരു ക്യാപ്പുണ്ട്, അവിടെ കുടുങ്ങി നിൽക്കലാണ്. ഇപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവലത്. പിന്നെ ദൂരിയിട്ട് നമ്മൾ പൗച്ചിട്ടാ ഇതാണ് ഇതിൻ്റെ ഒപ്പം വരുന്ന പൗച്ച്. ഇപ്പോൾ നമ്മളിത് പൗച്ചിക്ക് ചെറിയൊരു ഗിംബലാണ്. നമുക്ക് ഇതും ഇതിൽ കൊള്ളും. മടക്കിയാൽ തീരെ വലുപ്പമില്ല. ഇങ്ങനെയൊരു ചെറിയൊരു ബാഗ് മാതിരി കൊണ്ടെടുക്കാനൊക്കെ അതിന് പറ്റും. പിന്നെ നമ്മൾ ഈ സാധനം വാങ്ങിയത് കോട്ടക്കൽ മൈജി എന്നാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന്മേൽ കൊടുത്തുകൊണ്ട റേറ്റ് 11,990. നമുക്കിത് കിട്ടിയത് 6,000 സംതിങ്ങിനാണ്. പിന്നെ ഇതിൽ വലിയ സമയം പറയേണ്ടത് 5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് പറയേണ്ടത്. പക്ഷേ ഇത് 5 മണിക്കൂറൊന്നും കിട്ടില്ല, ഒരു 3-2 മണിക്കൂർ എന്തായാലും കിട്ടും. അപ്പോൾ ഓക്കെ, വീഡിയോ അതിൻ്റെ പേയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.